സോറി മോളെ. ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മകനും ഒരു മകളും അത്രേ ഉള്ളൂ. ആറു, നിന്റെ ഭാഗ്യ. ഞാൻ ഇനിയും തെരഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഇരുന്ന് സംസാരിക്കും, ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. അടുക്കളയിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. എന്നാ ഞാനും കൂടാമ്മേ. എന്നാ വാ, നീ കൂടെ ഉള്ളപ്പോ ജോലി ചെയ്യാനൊരു രസാ. വാ. മാഡം ഇവിടെ ഇരുന്നോളൂ, ഞാനിപ്പോ വരാം. ശരി. ഹായ്, ഹൗ ആർ യു? സാർ സുഖമാണ് സാർ. ശരി എന്നാ, താങ്ക് യു. ഓക്കെ സാർ. ഇവിടെ കൈലാഷ് സ്ഥിരം വരാറുണ്ടോ? ആ മാനേജർ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അതാ ഞാൻ സംസാരിച്ചത്. മാഡം ഓർഡർ ചെയ്തില്ലല്ലോ? ഇല്ല. നന്നായി. അപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ മാഡത്തിന് വേണ്ടി ഓർഡർ ചെയ്യാം. മാഡം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേ. ശരി. മാഡത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തോളൂ, ഞാൻ അത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ. ലേഡീസ് ഫസ്റ്റ്. ഹലോ, പറയൂ സാർ. 2 ബട്ടർ നാൻ, ഒരു ഗോബി മഞ്ചൂരിയൻ. 2 ബട്ടർ നാൻ, ഒരു ഗോബി മഞ്ചൂരിയൻ. എന്തിനാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇനി ഞാൻ ഓർഡർ ചെയ്യട്ടെ? ശരി. 1 പ്ലേറ്റ് പുലാവ് ആൻഡ് പനീർ ടിക്ക. ഓക്കെ സാർ. ഇപ്പോ മാഡം എന്തിനാ ചിരിച്ചത്? വേറെന്തെങ്കിലും വേണോ സാർ? ഇപ്പൊ ഇത് കൊണ്ടുവന്നോളൂ, ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ സാർ. പറയും മാഡം, എന്തിനാ ചിരിച്ചത്? നീ ഓർഡർ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. മാഡം ഓർഡർ ചെയ്തതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ, അതാ ഞാനും ചിരിച്ചത്. പിന്നെ നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ ഫോണിലുണ്ട്. ഇത് എന്റെ ഫാമിലി ഫോട്ടോയാ. എന്തു പറ്റി മാഡം, എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. ഈ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോ പഴയ ചില ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു.
അതാ കുറച്ച് ഇമോഷണൽ ആയത്. മാഡം, ഞാൻ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. മാഡം ചിരിച്ചു നടക്കാറുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ വലിയൊരു വിഷമം അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏയ്, അതൊക്കെ കൈലാഷിന് വെറുതെ തോന്നുന്നതാ. ഏയ് അല്ല, മാഡത്തിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് പലപ്പോഴും ഊഹിക്കാൻ പറ്റാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മാഡം അടുത്തു വരുമ്പോ എനിക്ക് എന്റെ അമ്മ അടുത്ത് വരുന്ന പോലെ തോന്നാറുള്ളത്. എന്നെക്കുറിച്ച് മാഡത്തിന് എല്ലാം അറിയാം. പക്ഷേ ഇപ്പോഴും മാഡത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സാധാരണ ഞാൻ സംസാരിക്കുകയും മാഡം കേൾക്കാറല്ലേ പതിവ്. ഇന്നത് വേണ്ട, ഞാൻ കേൾക്കാം. മാഡം സംസാരിച്ചോളൂ. എനിക്ക് മാഡത്തെക്കുറിച്ച് എല്ലാം അറിയണം. നീ ചോദിക്കുമ്പോ എല്ലാം പറയണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ പഴയ കാലത്തെ പറ്റി സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഉള്ളത്. സമയമാവുമ്പോ ഞാൻ തന്നെ എല്ലാം നിന്നോട് പറയാം. തൽക്കാലം ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട കൈലാഷ്. നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ഏയ്, അതൊന്നും സാരല്ല. മാഡത്തിന് ശരിയെന്ന് തോന്നുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഓടിയെത്തിക്കോളാം. അങ്ങനെ ആവേശത്തോടെ കേൾക്കാൻ മാത്രം നല്ല കഥയൊന്നും അല്ല എന്റേത്. വേദനയും കണ്ണീരും മാത്രമുള്ള ഒരു കഥയാ. എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതുവരെ മാഡത്തിന്റെ ജീവിതം എങ്ങനെയാ പോയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി അങ്ങോട്ട് അത് സന്തോഷം നിറഞ്ഞതായിരിക്കണം. കാരണം അതിൽ ഇനി എന്നും ഞാനുണ്ടായിരിക്കും. ഈ ഒരു വാക്ക് മതി. ഞാൻ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കും. നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാണുമ്പോ നീ എന്തുമാത്രം ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് മനസ്സിലാവും. നിന്നെ അച്ഛനും അമ്മയും ഒരു കുറവും ഇല്ലാതെയാ വളർത്തിയത്. നിന്നെ ദൈവം അറിഞ്ഞനുഗ്രഹിച്ചിട്ടുമുണ്ട്. ഇല്ല മാഡം, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. മാഡം ഫോട്ടോയിൽ കാണുന്ന ഈ സുഖ സൗകര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല. ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് കിട്ടിയതാ. പക്ഷേ ആദ്യമായി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് പാർവതിയെ. അവളെ സ്വന്തമാക്കി എന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ആളായി മാറും.